ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഗോവയിലെ സെക്കൻഡ് ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ഡിലേ ആയി വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശ ചട്നി ആയിരുന്നു. അപ്പോൾ ഇവിടെ ത്രെഡ്മില്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പതിവില്ലാത്തൊരു കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു, എക്സസൈസ്. അങ്ങനെ പിന്നെ രാവിലെ തന്നെ എവിടെയും പോകാൻ നിന്നില്ല. ഇന്നെന്തായാലും സാറ്റർഡേ ആയതുകൊണ്ട് പൂജയുള്ളതുകൊണ്ടൊക്കെ അമ്പലത്തിലാണ് പോകാൻ സാധ്യത. പക്ഷേ ഞങ്ങൾ ഒരു ഉച്ചയാകുമ്പോഴേ ഇറങ്ങിയിട്ടുള്ളൂ. എല്ലാവർക്കും കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇറങ്ങാൻ നിന്നില്ല. ഉച്ചയൊക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അവിടെ രാവിലെ പൂജ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ വരെ അവർ പൂജ ചെയ്തിട്ടാണ് അതിന് ശേഷമാണ് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. ആദ്യം ക്ലീനൊക്കെ ചെയ്ത് വീടൊക്കെ എന്നിട്ട് പൂജയൊക്കെ ചെയ്യും. അപ്പോൾ ആ പൂജ കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇറങ്ങി. നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. നമ്മളെ നാട്ടിൽ പോലെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. അവിടെ എല്ലാ ടൈമും ടെമ്പിൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഉച്ചയായപ്പോഴാണ് ഇറങ്ങിയത്. ഇപ്പം നേരെ പോകുന്നത് ഒരു സ്പെഷ്യൽ ടെമ്പിളിലേക്കാണ്. ഇതിൻ്റെ പേരെന്താ ഒന്ന് പറഞ്ഞ നെയിം? ശ്രീനു ശ്രീ മഹാനസ നാരായണി ടെമ്പിൾ. ശ്രീ മഹാനസ നാരായണി ടെമ്പിളാണ് ഇത്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പഞ്ചാബിലൊക്കെയുള്ള ക്ഷേത്രങ്ങളെ ഒരു പ്രതീതിയാണ്. നല്ല ഒരു ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ ഈ ഫോറിൻ ഡ്രസ്സൊക്കെ ഒന്നും അലൗഡ് അല്ല. പക്ഷെ പാൻറ്റും ഒക്കെയാണ്. അവിടെ പിന്നെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും കിട്ടില്ല. പിന്നെ ഞങ്ങൾ ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഇവിടെ പോകുന്നത്, ബിർള ടെമ്പിളിൽ. അപ്പോൾ ഇത് 3 മണിക്കാണ് ഓപ്പൺ ആവുക. അപ്പോൾ രാത്രി കാണാനാണ് ഭയങ്കര രസം. അപ്പോൾ അതാണ് ഞങ്ങളൊരു സന്ധ്യ ആയപ്പോൾ ഇറങ്ങിയത്. പിന്നെ ഇതുപോലത്തെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ബിർള ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 3 താഴെക്കുടങ്ങളുണ്ട് ഇതിന്. അപ്പോൾ ഫുൾ മാർബിളാണ്. ഭയങ്കര രസമാണ് കണ്ടിരിക്കുക. അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് പോരാൻ തോന്നില്ല. അത്രയും ഓരോ വിഗ്രഹങ്ങളും ഭയങ്കര രസമാണ് കാണാൻ തന്നെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഏരിയയിൽ നിർത്തിയിട്ട് പാവബജ്ജി, പാനിപ്പൂരി അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗോവയിൽ സ്പെഷ്യൽ എന്ന് വെച്ചാൽ എല്ലാത്തിലും മധുരം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിച്ച് വന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് ഞങ്ങൾ രാവിലെ എണീറ്റു. എന്നൊരു വലിയൊരു ഉദ്ദേശമുണ്ട് എനിക്ക്, എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുക്കിങ്ങാണ്. ഇവർക്ക് ആൻറ്റിക്കും മക്കൾക്കൊക്കെ പുട്ടും കടലയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി ഉണ്ട്. അപ്പോൾ ആൻറ്റി ഇതാ കടലയൊക്കെ കുറേ കടലയുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. കടലയൊക്കെ ഇന്നലെ പൊതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് കുക്കറിലാക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ ഇതാ ഉണ്ടാക്കുന്നത് ഞാനും, പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഹസ്ബൻഡുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുക്കറിൽ കടല അടുപ്പത്ത് വയ്ക്കുകയാണ് ഞാൻ. അതിൽ മഞ്ഞൾ, ഉപ്പ് ഇതൊക്കെ ഇടുന്നുണ്ട്. മഞ്ഞൾ, ഉപ്പ്, മുളക് ഇത് 3 ഇട്ടിട്ട് കടല വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഇവിടെയും ചിലവാകുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ദിവസത്തൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ വറുത്തരച്ചൊന്നും കടല വെക്കില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും ഇവർക്ക് വെച്ച് കൊടുക്കുന്നില്ലേ, അപ്പോൾ നല്ല വറുത്തരച്ചൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചായ ഉണ്ടാക്കി തന്നു ആൻറ്റി. കടല അടുപ്പത്ത് വെച്ച് ഞങ്ങൾ കുറച്ച് സമയം കത്തിയൊക്കെ അടിച്ചു. ആൻറ്റി പണ്ട് ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു കാണാൻ. അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ എടോ ശാന്ത ശെട്ടിಗಾರ ಇಷ್ಟ ಏಜ್ ಆಯ್ತು. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുക്കിങ്ങിലേക്ക് കടന്നു. കടല വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബാക്കി പരിപാടികളാണ്. തേങ്ങ വറുക്കണം. പിന്നെ പുട്ട് മേക്കറൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയതാണ്. പിന്നെ കുറച്ച് പുട്ടുപൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പേക്ക്. ബാക്കി അവിടെ നിന്ന് അവർ തന്നെ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങ വറുക്കുകയാണ്. അപ്പോൾ എനിക്ക് തേങ്ങ വറുക്കാൻ സഹായിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പുട്ട് പൊടി ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ഒരുപാട് വേണമായിരുന്നു. അപ്പോൾ ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ തേങ്ങ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം കടലക്കറി ഇതാ ആവുന്നുണ്ട്. തേങ്ങ വറുത്തരച്ചതൊക്കെ ചേർത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇവർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ റെഡിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി അടുത്ത ട്രിപ്പിനുള്ള റെഡി ആവലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കീപ് വാച്ചിങ്.